മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കുള്ള നല്ല ജോലി ദുബായിൽ കളഞ്ഞിട്ടാണ് ഞാൻ ന്യൂസിലാൻഡിൽ വന്നിട്ടുണ്ടായത്. ഇവിടുന്ന് ഒരിക്കലും എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ ഇടവരത്തില്ലേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഒരു ദിവസം പള്ളിയിലേക്ക് എന്നും പോകാറുണ്ട്. ന്യൂസിലാൻഡിൽ ഒരു ദിവസം ഭയങ്കരമായിട്ട് മഴയായിരുന്നു. അന്ന് അവിടെ ആലിപ്പഴം വിടാന്ന് പറയും, മഞ്ഞ് വീഴുന്ന ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ഹോസ്റ്റലിൽ പറഞ്ഞു, നീ ഇന്ന് പള്ളിയിലേക്ക് പോകണ്ട, ഇന്ന് പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് വീണിട്ട് എന്തെങ്കിലും അപകടം പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഉടമ്പടി തെറ്റിക്കാണ്ടിരിക്കാൻ ഞാൻ അവഗണിച്ചുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോയി. എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, മാതാവിനെ കൈവിടില്ല എന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പള്ളിയിലേക്ക് പോയി. പള്ളിയിലെ ഇംഗ്ലീഷ് മാസമായിരുന്നു. ഇംഗ്ലീഷ് മാസം കഴിഞ്ഞ് പള്ളിയിലത്തെ എല്ലാവരും പോയി. പള്ളിയിൽ ഞാൻ മാത്രമായിട്ട് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കായിരുന്നു ദൈവത്തോട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ ഷോൾഡറിൽ തട്ടി. പള്ളിയിൽ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. തിരിഞ്ഞു നോക്കിയപ്പോൾ നീല സാരി എടുത്ത ഒരു ചേച്ചിയായിരുന്നു അത്. അവിടെ പള്ളിയിൽ ഒരിക്കലും ഞാൻ ഇംഗ്ലീഷ് മാസം നീല സാരി എടുത്ത ചേച്ചിനെ കണ്ടിട്ടേ ഇല്ല. ആ ചേച്ചി എന്നോട് ചോദിച്ചു, മോൾക്ക് ഇതുവരെ ജോലി ആയിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ 6 മാസമായിട്ടും ജോലി ആവാതെ ഞാൻ അടുത്ത ആഴ്ച ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആ ചേച്ചി എനിക്കൊരു നമ്പർ തന്നു. ഈ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ദൈവം നിന്നെ കൈവിടില്ല, നിനക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോൺ നമ്പർ മേടിച്ചു. ആ ചേച്ചി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 50-55 വയസ്സിനൊക്കെ പ്രായമുള്ള ഒരു മുഖമാണ്. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി പോവാ, ചേച്ചിയുടെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പേര് പറഞ്ഞു മരിയാന്ന് പറഞ്ഞു. എനിക്ക് ഇന്നും വിശ്വാസമാണ് ആ ചേച്ചി നമ്മുടെ മാതാവാണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമാണ്. എന്താണെങ്കിൽ ആ പള്ളിയിൽ ഞാൻ 2.5 വർഷം അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചു. ഇന്നേ വരേക്ക് ആ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇംഗ്ലീഷ് മാസിന് ഒരു സ്ത്രീകളും സാരി എടുത്ത് വന്ന് ഞാൻ പിന്നീട് കണ്ടിട്ടേ ഇല്ല അവിടെ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് ആ നമ്പറിൽ ഞാൻ വിളിച്ചപ്പോൾ അത് ന്യൂസിലാൻഡിലെ മലയാളികളുടെ ക്രിസ്ത്യൻസിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലത്തെ നമ്പറായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു ആളാണ് എനിക്ക് ഫോൺ എടുത്തത്. അപ്പോൾ ആൾ ചോദിച്ചു, എന്തേ മോള് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്തതിൽ 50 മെമ്പേഴ്സാണ് ഉണ്ടായത് ആ ഗ്രൂപ്പിൽ. എനിക്ക് അടുത്ത വ്യാഴാഴ്ച നാട്ടിലേക്ക് പോകാനുള്ളൂ. ഞാൻ 50 ആളെ എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ 50 ആൾക്ക് ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ചു, ഞാൻ അടുത്ത വ്യാഴാഴ്ച നാട്ടിലേക്ക് പോവാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നഴ്സിംഗ് ജോലി അറിയുകയാണെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ട്. ഈ 50 ആളിൽ 46 ആളും എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല, ഒരു മെസ്സേജിന് ഒരു റിപ്ലൈ അയച്ചില്ല. ബാക്കി 4 ആൾ മാത്രമാണ് റിപ്ലൈ അയച്ചത്. അതിൽ 3 ആൾ എഞ്ചിനീയറിംഗ് ഫീൽഡായിരുന്നു. അവരെന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് നഴ്സിങ്ങിനെ കുറിച്ച് അറിയില്ല, അതുകൊണ്ട് സോറി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അതിൽ ഒരു ചേട്ടൻ മാത്രം എനിക്ക് മെസ്സേജ് അയച്ചത് അയാളുടെ വൈഫിൻ്റെ ജോലി സ്ഥലത്ത് ജോലി ഒഴിവുണ്ട്, നീ CV അയക്കാൻ പറഞ്ഞിട്ട്. ആ വ്യക്തിനെ എനിക്ക് അറിയൊന്നുമില്ല, അങ്ങനെ CV അയച്ചു. എൻ്റെ ഓഗസ്റ്റ് 5-ാം തീയതി ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ 6 മാസം കിട്ടാത്ത ജോലി എനിക്ക് ഓഗസ്റ്റ് 5-ാം തീയതി തന്നെ മാതാവ് തന്നെ എനിക്ക് ദഹിച്ചു. ആ ഫസ്റ്റ് ഞാൻ ന്യൂസിലാൻഡിൽ പോയിട്ടുള്ള ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നത്. അത് പാസ്സായി, എനിക്ക് ജോലി കിട്ടി, ഞാൻ ജോലി കയറി. അത് ഞാൻ ഇന്നും വിശ്വസിക്കണമെങ്കിൽ മാതാവാണ് ആ ജോലി കൊണ്ടുവന്ന് തന്നേന്ന്. കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്യാപ്പ് എന്ന് പറഞ്ഞ കോഴ്സിനാണ് ഞാൻ പോയിട്ടുണ്ടായത്. ആ കോഴ്സിൻ്റെ ഫീസ് നമുക്ക് സെപ്റ്റംബർ 30 വരെയൊക്കെയാണ് ജോലി കിട്ടിയവർക്കാണ് റീഫണ്ട് കിട്ടുകയുള്ളൂ. എനിക്കങ്ങനെ ഓഗസ്റ്റ് 29-നാണ് ഞാൻ ജോലി കയറിയത്. കൃത്യം 1 മാസത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ സംഖ്യ ഫുൾ ഞാൻ എത്ര ഞാൻ ചിലവാക്കിയോ ആ ഫുൾ എമൗണ്ടും എനിക്ക് തിരിച്ച് കിട്ടി. എൻ്റെ സെപ്റ്റംബർ 10-ാം തീയതി ജോലി കയറിയിട്ട് വെറും 10 ദിവസം കഴിയുമ്പോൾ എൻ്റെ OET എന്ന് പറഞ്ഞ എക്സാം 2 വർഷമായിട്ട് എക്സ്പയർ ആവായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഒരിക്കലും റെസിഡൻസി ഇടാൻ പറ്റില്ല. പിന്നെ റെസിഡൻസി ഇടണമെങ്കിൽ എനിക്ക് പിന്നെയും OET എക്സാം എഴുതണമായിരുന്നു. അത് വലിയ ടഫുള്ള എക്സാം ആയതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈ 10 ദിവസം കൊണ്ട് ഒരിക്കലും എനിക്കറിയാം റെസിഡൻസി ഇടാൻ പറ്റില്ല എന്ന്. എന്താണെങ്കിലും ഒരുപാട് ഡോക്യുമെൻറ്റ്സ് സംഘടിപ്പിക്കാനുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം 10 ദിവസം കൊണ്ട് ഒരിക്കലും അത് റെഡിയാവില്ല, കുറേ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കാനുണ്ട്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സെപ്റ്റംബർ 8-ാം തീയതി വെറും 8 ദിവസം കൊണ്ട് എനിക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സ് റെഡിയായി. മാതാവിൻ്റെ ബർത്ത്ഡേ അന്ന് എനിക്ക് റെസിഡൻസി ഇടാൻ പറ്റി.